world changed forever when you came into my life. From the moment I held you in my arms, I knew my heart would never be the same again. You are the greatest blessing of my life, the purest love I have ever known. You are my joy, my strength, my endless love. No matter how big you grow, you will always be my baby, the heartbeat of my soul. Watching you grow has been the greatest joy, and in just 2 years, you have taught me more about love, patience, and happiness than I ever thought possible. I love you so much, bro. I love you so much. Allah bless you a lot. Happy birthday to you. Happy birthday to you. Happy birthday, dear darling. Happy birthday to you. Happy birthday, bro. Come on, another birthday. Happy birthday. Bye. Happy birthday. Good morning, baby. Happy birthday to you. Happy Birthday to you. Happy birthday, dear Ebru. Happy birthday to you. Yay! Good morning, baby. Good morning. Good morning. Happy second birthday. Happy second birthday, baby. God bless you, baby. Oh, medkata ba? Happy birthday to you. Happy birthday to you. Happy birthday, dear Ebru. Happy birthday to you. Happy birthday, baby. On the baby birthday, ano. On the baby birthday, ano. Birthday, ano. Birthday, ano. Chickle, chickle, chickle. Chickle, 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 chickle. Chickle, 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 chickle. വയ്യ ജലദോഷം
നല്ല ചൂട് ചൂട് ഇഡ്ഡലി ഗൈസ്. എബുനു ഫേവറേറ്റ് ദോശ ആൻഡ് ഇഡ്ഡലിയാണ്. ദോശയുടെ ഫേവറേറ്റ്. ദോശ ഇഡ്ഡലിന്റെ ആളാണ്. ഗുഡ്. അതെ അതെ നല്ല. മറ്റേ ഇതുണ്ട് കേട്ടോ ഉഴുന്നൂടെ. സോനുവിന്റെ ഫേവറേറ്റ്. ഞാൻ ആദ്യം എബുനു കൊടുക്കാട്ടോ ബേബി. സേമിയ ഉപ്പുമാ. സോനു ഉണ്ടാക്കുമല്ലോ വീട്ടിൽ. ആദ്യം ലൈവായിട്ട് ചെയ്യണ്ടേ. പൊങ്കൽ ചമ്മന്തി ഉള്ളി കഞ്ഞി. കഞ്ഞി കഴിക്കണം. കപ്പയുടെ കോമ്പിനേഷൻ. ഫിഷ് കറി നല്ല നാളെ ഫിഷ് കറി ഉണ്ട് കേട്ടോ. അടിപൊളി. അത് മുട്ടക്കറി അല്ലേ? സ്റ്റൂ. ഓക്കെ താങ്ക് യു. അടിപൊളി പഴങ്കഞ്ഞി. ഞാൻ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും പഴങ്കഞ്ഞി ആയിരുന്നു കഴിച്ചത്. എന്താണ് ഞാൻ എബുന് ഫുഡ് കൊടുക്കാം. നിങ്ങൾ ഓക്കെ ഏതാണ് സുനു? സുനു എടുക്കല്ലേ? അജിത്തായും ഇഡ്ഡലി തന്നെ പിടിച്ചു അല്ലേ? നിങ്ങൾ ഇഡ്ഡലിയിൽ ഒതുക്കരുന്നില്ല, നിങ്ങൾ മാക്സിമം കഴിച്ചോളാം. ഫുള്ള് സെറ്റപ്പ് ഉണ്ട് അല്ലേ റിച്ച്? ഇഡ്ഡലിയിൽ ഒതുക്കരുത്. റാക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ മറ്റേ പുട്ട്. നല്ല അടിപൊളി. എന്താണ് ഇതിന് പറയുന്നത്? നമ്മൾ ചിരട്ടപ്പുട്ട്. ഇത് മറ്റേ റാക്ക് ഇഡ്ഡലി. സുലു പിന്നെ സോസേജിന്റെ ആളാണ് അല്ല സുലു? അല്ല സോസേജ് ഉണ്ട്. ബീഫ് സോസേജ് ഉണ്ട്. അതെനിക്കിന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഡൈനിങ് ഒന്നും നോക്കല്ല. ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കും. ചിക്കൻ സോസേജ്, റോസ്റ്റഡ് പൊട്ടറ്റോ, ടൊമാറ്റോ. ഏതാ ബീൻസാ? ബീൻസിൻ്റെ ഇത് ഞാൻ ഇപ്രാവശ്യം ഫിലിപ്പീനിൽ പോയപ്പോഴത്തേക്ക് ഇതായിരുന്നു എൻ്റെ മെയിൻ. പിന്നെ സ്റ്റോറി എൻ്റെ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് ആടെ ഇത് തന്നെ കഴിച്ചിട്ടുണ്ടെന്ന്. ബർത്ത്ഡേ പോയി എനിക്ക് സ്പെഷ്യൽ ഒന്നും വേണ്ട. ഇഡ്ഡലി ദോശ മതി. പിന്നെ ഇഡ്ഡലി മറ്റേ ചമ്മന്തിയും ഒന്നും വേണ്ട. ദോശ അങ്ങനെ കഴിക്കുള്ളൂ. ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കും ദോശ. സൈഗുദേ സോസേജ് വെട്ടിക്കൂട്ടി. നല്ല സൈഗു സോസേജ് വെട്ടിക്കൂട്ടി കഴിച്ചോണ്ടിരിക്കുന്നു. സോസേജ് വെട്ടിക്കൂട്ടിയതാ. ഞാൻ നീ എവിടെ നോക്കണായിരുന്നു. അപ്പൊ നോക്കുമ്പോ സോന് തൊട്ടക്കം തന്നെ ഡിസേർട്ടിൽ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഏതാ? അതാ സൈഡില്, അപ്പുറ സൈഡില്. ഗൈസ് അങ്ങനെ ഞാൻ നല്ല അടിപൊളി ചിരട്ടപ്പൂട്ടും നല്ല നാടൻ മീൻകറിയും എടുത്ത് ഒരു രക്ഷയിലിട്ടാ. ഒരു പിടി വായി വെച്ചപ്പോൾ തന്നെ എനിക്ക് കിളി പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. സുനി കഴിച്ച് നോക്കില്ലല്ലോ? സുനി ടേസ്റ്റ് ചെയ്ത് നോക്കും. പിടിച്ചെങ്കിൽ കൂടി സുലമിക്കട ഇത് തന്നെ ഇപ്പോഴും അങ്ങനെയുണ്ട്. കുറച്ച് നെറ്റിലാണ് കഴിച്ചു നോക്കണം. അതേ അധികം എരിവില്ല. ഇങ്ങനത്തെ എരിവ് ഉണ്ടാവും. നല്ല നാടൻ സ്റ്റൈല് ടച്ചിലാണ്. കൊള്ളാട്ടോ ശരി.
Happy birthday to you. Happy birthday dear Ebru. Happy birthday to you. Yeah. Birthday boy. Yeah. Me. Birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear Ebru. Happy birthday to you. Yummy. അത് കൊള്ളാട്ടാ ബേബിയുടെ കേക്ക് ആദ്യം. അയ്യോ പാവം. എപ്പിക് ഇത് രക്ഷിക്കാൻ പോയി അതെന്താ സംഭവം? ആക്ച്വലി ഗൈസ് ഇതെന്താ സംഭവിച്ചെന്നറിയോ? ഞാനിത് കൊണ്ടുവന്ന് കേക്ക് ടച്ച് കൊടുക്കുന്ന ടൈമില് ആ കുപ്പിയോളം മറിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഓടിയത്. എന്റെ കാലം സ്ലിപ്പായി പോയി. നേരെ അപ്പൊ ഇതും പിടിക്കാൻ നോക്കി അതും പിടിക്കാൻ നോക്കി എല്ലാം കൂടെ എന്റെ മേത്ത് വന്നു ഗൈസ്. ഭാഗ്യത്തിന് 2-3 കേക്ക് ഉണ്ട്. വിളിക്കാം. എന്റെ ഷർട്ട് കുഴപ്പമില്ല, 3 ഷർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. പാന്റ് ഇങ്ങനെയൊക്കെ ചോദിക്കും ബേബി. ചവിട്ടണ്ട പക്ഷെ അവിടെ ഉണ്ട്. ഞാൻ വാഷാക്കി തരാം. വെളുപ്പിച്ചെടുത്തരാം. അവരെങ്ങനെ വന്നല്ലേ ആ ഗ്യാപ്പില് ബേബി? കയ്യിന്ന് പോയി. അവനെ പെട്ടിക്കെട്ടിക്കോ. കേക്ക് വേസ്റ്റ് ആയിട്ടില്ലേ? ആകെ കുറച്ച് ക്രീം ഒക്കെ സപ്ലൈ ചെയ്യുന്നുള്ളൂ. ക്രീം സപ്ലൈ കേക്ക് വേസ്റ്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കേക്ക് എന്തായാലും നമ്മള് കഴിക്കും. ഗുഡ് ബോയ്. എന്താ മൾട്ടി ടാസ്കിങ് അല്ലേ? മൾട്ടി ടാസ്കിങ് എന്താ പറയാനുള്ളേ? സംഭവിച്ചിരിക്കണ ഷോക്ക്. എപ്പോ ഡാഡിയുടെ ഡ്രസ് കണ്ട, കേക്ക് കണ്ട ബേബി. എന്റെ ഭാഗ്യത്തിന് 2-3 ഷർട്ട് ഞാൻ കരുതി വെച്ചുകൊണ്ടിട്ട് കുഴപ്പമില്ല. ക്ലോസ് പിടി എന്നാലും കാണുള്ളൂ. കരുതി വെച്ചുകൊണ്ട് കുഴപ്പമില്ല. നൈസ്. നമ്മളിപ്പോ ബ്ലാക്ക് പോകുമ്പോഴല്ലേ ഞാൻ ഒറ്റക്കായിരുന്നു, എനിക്ക് ആരും ഇല്ലായിരുന്നു. നേരത്തെ സോനു സുനു ബേബി വൈറ്റ് ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് സ്ലേ ചെയ്യാം. മനത്തോട്ടൊക്കെ പോണം. നമുക്ക് കേക്ക് കട്ടിങ് ചെയ്താലോ?
ഹാപ്പി ബർത്ത്ഡേ എബ്രുടെ തന്ത. അപ്പൊ ബേബി ഈ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കണാണ്. നല്ല കേക്കാണത്. ഇവിടെ ഗ്രാൻഡ് ഹയാത്തിന്റെ കേക്കാണത്. അവര് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ചെയ്ത ഇതുപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും ഇതുപോലെ കോംപ്ലിമെന്ററി കേക്ക് ഉണ്ടാവും. നല്ല കേക്കാ. ചോക്ലേറ്റ് എന്ത് ചെയ്യാനാ? എന്ത് കണ്ണേറി ഇട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരെണ്ണം തായത്ത് പോലെ അപ്പോഴും കേക്കിന്റെ തായത്ത് പോയിട്ടില്ല. ഡ്രസ്സിലായി അല്ലേ? പറ. നമുക്ക് നോക്കാം. ഇവിടെ പറ്റൂല. അതന്നെ എല്ലാരും ഓരോ പീസ് പീസ് എടുത്തോ. കൊടുത്തോ സോന എല്ലാവർക്കും. ഉമ്മ കൊടുത്തു. ഉമ്മ ബർത്ത്ഡേ ബോയുടെ ഉമ്മ കൊടുത്തു. ഇത് ഞാൻ എടുക്കും, ബാക്കി ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഇതിലെല്ലാം നമ്മ മൂന്നില്ല, എനിക്ക് ഞാൻ ഇനി എബുന് കുറച്ച് ഗൈസ്, ഇനി എബുന് കുറച്ച് റെസ്റ്റ് ആണ്. അവൻ കുറച്ച് കാമായിട്ട് ഇരിക്കട്ടെ. എന്നിട്ട് അവന്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. കുറച്ച് കഴിഞ്ഞു കാണാം. ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞ് എപ്പിക് കേക്ക് കട്ടിങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ബേബിയുടെ ഷർട്ടൊക്കെ ഇതായി. ബേബി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഫോട്ടോഷൂട്ട് ഗോയിങ് ഓൺ. സിബ്ലിങ്സ് ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഞാൻ ആ വഴിക്കേ പോയില്ല. ബിക്കോസ് സോനു തന്നെ വേണം അവരൊന്നും മാനേജ് ചെയ്യാൻ. എനിക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ സെക്കൻഡ് കേക്ക് കട്ടിങ് ആണ്. എപ്പോഴും ബോൾസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ, അവരുടെ ഫേവറേറ്റ് ടോയ് എന്ന് തന്നെ പറയാം ബോൾ. അപ്പോൾ ഒരു ബോൾ വെച്ചിട്ടുള്ള കുഞ്ഞ് കേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഡോണറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഡോണറ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ എബ്രു മോന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് സെറമണിയാണ് നടക്കാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീണ്ടും ഒരു കേക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ കേക്ക്. പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അൽഹംദുലില്ലാ ഇനിയും എന്റെ മോനെ നീട്ടി കൊടുക്കട്ടെ. എല്ലാവരും എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? കേക്ക് കട്ടിയാ? എന്തെങ്കിലും പറയണ്ടോ? ഞാൻ കേക്ക് കട്ടിയാണ്. ആരോഗ്യം, ആയുസ്സും ആഫിയത്തും നീതി നൽകി കൊടുക്കട്ടെ അല്ലാഹ്. ആമീൻ 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 ആമീൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സോനു പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ എബു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മതിയല്ലേ? ഇല്ല, സോനും മത്തിപ്പായി തോന്നുന്നു. നേരത്തെ മുതൽ തിന്നോണ്ടിരിക്കും. ഫസ്റ്റ് കേക്ക് തന്നെ ഭയങ്കരമായിട്ട് കഴിച്ചു. ബിക്കോസ് അവന് ഭയങ്കര ഇഷ്ടമായി. ഹയാത്തതാണ് ആ കേക്ക്. ഭയങ്കര ചോക്ലേറ്റി ഫ്ലേവർ ആയിരുന്നു. അതുകൊണ്ട് എന്നെ ചമ്മയിപ്പിക്കാൻ പറ്റിയ സമയം. അത് എന്നെ കേക്ക് കഴിച്ച് ഞാൻ ഉറങ്ങാൻ പോണു. മത്തിച്ചിട്ട് വയ്യ.
ആണ് കൊടുത്ത പിന്നെ മാവർ കണ്ടിരിക്കും 9 മാസം വയറ്റില് വെച്ച് പോട്ടിയായി ചുമന്ന് പെറ്റ് വളർത്തി എന്നൊക്കെയാണ് അവൾ ഉദ്ദേശിച്ചത്. അതിൽ പറയുന്നത് 9 മാസം പോറ്റി വളർത്തിയതാണ് ഉദ്ദേശിച്ചത്. ഒരു വിലയില്ല തന്നേക്കാണ് അങ്ങനെ പിള്ളേര് വലുതാവുന്ന അങ്ങനെ നമ്മളെ ഒരു കേറില്ലല്ലോ പറയാൻ പോണത് ആർക്കും ഒരു വിലയില്ല. നമ്മൾ അത്ര കേക്ക് കഴിച്ചു എന്താണ് വില വൈരാഗ്യമുണ്ടോ? കുഴപ്പമില്ല ഞാൻ ചമ്മിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് കമ്പനിയാണ്. അപ്പൊ ചമ്മ ആൾക്കാരൊക്കെ എന്റെ പാർട്ടിയും ചമ്മാത്ത ആൾക്കാരൊക്കെ ഗൈസ് അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് ഫസ്റ്റ് ഗിഫ്റ്റ് എബ്രുവിന് ദാദിയുടെ വക. ദാദിയുടെ വക കിടിലം ബൈക്കാണ് ഗൈസ്. മോനെ അതെ എബ്രുവിന്റെ ബൈക്ക് നോക്കിയേ. ഹായ് വാവ് ഇറക്കിയേ നൈസ് നൈസ്. യെസ് ഇനി റിച്ച് ബയ്യയുടെ വക ഒരു കിടിലൻ ഗിഫ്റ്റ്. അതെ അതെ അത് കൊറേ കളിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം കൊടുത്തത്. അടിപൊളി അടിപൊളി. ശരിയാക്കി വന്നു. അതാണ് ഇഷ്ടപ്പെട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടവര്. ബോളല്ല അവൻ ലോലിപോപ്പ് അവന് വേറെ ലോലിപോപ്പ് തട്ട് ടിങ് 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 ടിങ്. അതാണ് നല്ലത്. അപ്പൊ റിച്ച് ഭയ്യാക്കും അജീത്തൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അജീത്ത താങ്ക് യു. നമ്മുടെ ഗിഫ്റ്റ് ഒക്കെയാണ് ഗൈസ് വിറ്റ്. ഗൈസ് ഞങ്ങള് കഴിഞ്ഞ എന്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് വാങ്ങിച്ച ഗിഫ്റ്റുകളല്ല ഞങ്ങളുടെ കാറിലെ ഡിക്കിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും ഞങ്ങൾ മേലെ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ സ്ഥിരതാമസമാക്കിയതുപോലെ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഡിക്കിന്ന് ഇറക്കാത്. എന്തായാലും നമ്മൾ അതിന് വേറെ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആണെന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഷിനാജിന്റെ വക ഒരു ഗിഫ്റ്റും ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം അല്ലെ. ഇപ്പൊ അജിത്തായും റഫീഖായും ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അപ്പൊ പിന്നെ എന്തായാലും അവര് വണ്ടിയിൽ നിന്ന് തന്നെ അവരുടെ വണ്ടിക്കല്ല വന്നു. അപ്പൊ അവരുടെ വണ്ടിയിൽ നിന്ന് നേരെ ഇറക്കി ഇങ്ങോട്ട്. അപ്പൊ നമുക്ക്
കഴിഞ്ഞു. ഇനി കുറച്ച് റെസ്റ്റ് ആണ്. ഇപ്പൊ കളിക്കട്ടെ കാമായിട്ട്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ എബു ബേബിയുടെ ബർത്ത്ഡേ ആണോ ഇന്ന്? എന്റെ എബു ബേബിക്ക് 2 years ആയോ? 2 years ആയോ നമ്മുടെ ബേബിക്ക്? കേക്ക് കഴിച്ചോ നമ്മുടെ ബേബി? നമ്മുടെ ബേബിയുടെ ഡ്രസ്സിലൊക്കെ കേക്ക് ആക്കിയാ? എബിന് എത്ര ഇയർ ആയി ഇന്ന്? 1 2 മഞ്ഞപ്പായ എന്റെ ബേബിക്ക് ഒക്കെ വന്നിട്ട ഒക്കെ വന്നിട്ട ഒക്കെ വന്നിട്ട എല്ലാരും മേടിച്ചു. വ്യൂവേഴ്സ് മേടിച്ചു. സോറിയുടെ കണ്ടു. മറ്റേതായിരുന്നു ക്യൂട്ട്. ഗൈസ് അങ്ങനെ നമ്മള് ഇങ്ങനെ നോർമലായിട്ട് സിമ്പിളായിട്ട് ഒരു റഷ് ഇല്ലാതെ ഒരു റഷ് പിടിക്കാതെ അല്ലേ സോനു? ഈ പ്രാവശ്യത്തെ പാട്ട് നമ്മൾ ഭയങ്കര കാമായിട്ട് നമ്മൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു ടെൻഷനോ ഇല്ലാണ്ട് അല്ലേ ബേബി? ഈ പ്രാവശ്യത്തെ പാട്ട് നമ്മൾ കുറച്ച് കാമായിട്ട് ഇങ്ങനെ ഒരു റഷും ഇല്ലാതെ നമ്മളെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് കേട്ടൊക്കെ കൺമണി. ഗൈസ് അങ്ങനെ എബുന്റെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു. എന്താണിത്? ചിച്ചി വേണ്ട വാലിടല്ലേ ബേബി? നമ്മുടെ ബേബി അല്ലേ വാലിടല്ലേ? ഡ്രസ്സൊക്കെ നോക്കി ചിച്ചി ആവും കുഞ്ഞി. വാലിടല്ലേ? ഭയ്യ ആൻഡ് എബ്രു സെയിം ഡ്രസ് ആണല്ലോ. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ രണ്ടുപേരെ? വാവ് വാവ് സൂപ്പർ സൂപ്പർ ഡ്രസ് ആണല്ലോ. സെക്കൻഡ് ഡ്രസ്. എബുന്റെ ഡ്രസ് കറക്റ്റ് ആക്കണ്ടേ ഉമ്മി? സൂപ്പർ ആണല്ലോ. ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോണേണോ രണ്ടുപേര്? ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോണേ ആണോ രണ്ടുപേര്? ഗൈസ് അപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലി ഫോട്ടോഷൂട്ടിനാണ് ഇപ്പോൾ വന്നത്. എപ്പോഴും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ താഴെ വന്നേക്കുവാണ്. സൈഗുനും എബുനൊക്കെ ഡ്രസ് ഇട്ടിട്ട് ഐ ആം നോട്ട് അറ്റ് ഓൾ വെൽ ഗൈസ്. എനിക്കിന്ന് പറ്റുന്നില്ല. എനിക്ക് സ്റ്റൊമക്ക് പെയിൻ ആയിട്ട് വയ്യ എനിക്ക്. അപ്പോൾ ഈ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങും ഗൈസ്. കോലാക്ക് സോനു സ്വിമ്മിങ് പൂൾ കാലിയായി കിടക്കുന്നു ഗൈസ്. ഈ നട്ടുച്ചക്ക് ആര് പോലെ സ്വിമ്മിങ് പൂളിൽ. അപ്പോൾ ഞാൻ എബും സൈഗു നൈസായിട്ട് ഇത് മാറ്റിക്കോ സോനു. സോനു 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 പിടി 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 പിടി. ഓ വെയില് ഗൈസ്, വെയില്. എബു പൂളിൽ പേരങ്ങാനും കൊണ്ടുവരാൻ തോന്നണം കേട്ടോ. നിറച്ച് വെയിൽ. ഓ എവിടെ ഫാമിലി ഫോട്ടോ എവിടെ എടുക്കണ്ടേ? എനിക്ക് ഒട്ടും വയ്യ. ബാ വേഗ. ഓ ഗൈസ് വാ നമുക്ക് പിക്ക് എടുക്കാം പെട്ടെന്ന്.
സെലിബ്രേഷൻ ഒരു ഫൈനലിൽ വന്നെത്തി ഗൈസ്. എപ്പോൾ ഉറക്കമായി ഗൈസ്. ഫാമിലി ഫോട്ടോ എടുക്കുന്ന ടൈമിൽ തന്നെ എപ്പോഴും അതായിട്ട് ഉറങ്ങിട്ട. അപ്പോൾ നമ്മൾ ഇനി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഷോളി നോക്കിയേ. അപ്പോൾ നമ്മൾ എബ്രുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ പിന്നെ സ്ഥിരം ഓരോരുത്തരുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെ നമ്മളൊരു 100-ൽ കൂടുതലോളം പിള്ളേർക്ക് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ടീം വഴി നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അതും ഓൾറെഡി ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് മോൻ്റെ പേരിൽ നെയ്യത്താക്കിയിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീൽസ് ക്ലിപ്പ് ആക്ച്വലി നമുക്കിതൊന്നും പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ നമുക്ക് പറയാറുമില്ല. പക്ഷേ നമ്മളത് ചെയ്തു കൊണ്ടിട്ട് അത് കണ്ടിട്ട് വേറെ ആർക്കെങ്കിലും അവരുടെ ഇതേപോലെ സെലിബ്രേഷൻ ദിവസങ്ങളിൽ കൊടുക്കാൻ തോന്നിയാൽ നന്നായിക്കോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അത് ആ റീൽസൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അതിന് മുമ്പൊന്നും ചെയ്തിട്ടില്ല. അതൊരു സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, അവർക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് കണ്ടിട്ട് പ്രചോദനമായിട്ട് വേറെ ആർക്കെങ്കിലും ചെയ്യാൻ തോന്നിയാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് ഒരിക്കലും ഒരു ചീപ്പ് പബ്ലിസിറ്റി ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എബ്രുവിന് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക, ആയുസ് നീട്ടി കൊടുക്കാൻ. എൻ്റെ 3 മക്കൾക്കും ആയുസ് നീട്ടി കൊടുക്കാൻ ദുആ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും വിഷ് ചെയ്തതിനൊക്കെ താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലിസം ബ്രോ ആണ് ഇന്ന് നമ്മുടെ കുറേ ഫോട്ടോഷൂട്ടും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്നത് ക്ലിസം ബ്രോ ആണ്. അപ്പോൾ ക്ലിസിനും പ്രത്യേകം താങ്ക് യു. പിന്നെ അജീത്ത ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ ആയിട്ടൊക്കെ. അജീത്ത പിന്നെ പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫാമിലി. അജീത്തൊക്കെ വന്നാലും താങ്ക് യു സോ മച്ച്. അതെ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എബ്രു ഉറങ്ങി ഗൈസ്. അതെ. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ We hope you enjoyed this video. ബൈ ബൈ.